ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിജു മേനനും ജോർജും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളുടെ വരുന്നത്. ഞാൻ ഇതിന്റെ ടീസർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ദൃശ്യം 1 ഇറക്കുന്നതിന് മുമ്പ് മെമ്മറീസ് എന്ന് പറയുന്ന മൂവി വന്നതുപോലെ ഇപ്പം D3 അതായത് ദൃശ്യം 3 വരുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം ഈ പടം ഇറങ്ങുന്നത് വലതുവശത്തെ കള്ളൻ. എന്തായാലും ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് വലതുവശത്തെ കള്ളൻ. ഷാജി നടേശൻ പ്രസൻസ്. അതെ, ജോൺ എഫ് കെനഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി കൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു കൻ ഡു ഫോർ യുവർ കൺട്രി. ഞാൻ അതിലാ വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവാകും. ആന്റണി, നിന്റെ ഈ സ്വഭാവം കാരണമാ നീ ഇപ്പോഴും ഈ സർക്കിളിൽ തന്നെ കിടന്ന് നടക്കുന്നത്. സോ അപ്പോൾ ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണെന്ന് തോന്നുന്നു ബിജു മേനോൻ ചെയ്യുന്ന ക്യാരക്ടർ. ജോർജ് ആണ് ഇരിക്കുന്നത്. സോ പുള്ളിക്കാരൻ്റെ ഫാമിലിക്കോ ആണ് എന്തോ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പുള്ളിക്കാരന് വേണ്ടപ്പെട്ട ആർക്കോ ആണ് എന്തോ സംഭവിച്ചിട്ടുള്ളത്. ഈ അയലിന്റെ ഫാദറിനെ കുറച്ചും കൂടി മോക്കാണെന്ന് തോന്നുന്നു. ഇതാ പാവത്തിന്റെ ചോര കഴിക്ക്. നിങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. ആളുടെ സ്വഭാവം നിനക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് അപ്പനല്ലേ. Everyone want to eat. But few are willing to hunt. സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. ഒരു ചെറിയ ഭീഷണിയുടെ സാധനമല്ലേ അത് ഇട്ടത് ജിത്തു ജോസഫിലെയും. മരിച്ചവർക്ക് നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ദിസ് ടൈം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറടാ. Justice will be served in a different way. ഒരു പരാതിക്കാരനെ ഒറ്റൊരുത്തിനകത്ത് എനിക്കറിയില്ല സാം എവിടെയാണ്. ഇനി അപ്പ എന്നെ വിളിക്കുകയാണെങ്കിലും ഞാൻ പറയാം. സാം ചെയ്യുന്നത് തന്നെയാണ് ശരി. ഇതുവരെ നടന്നെല്ലാം കണക്റ്റഡ് ആണ് ജോണി. എന്റെ ഇൻഡ്യൂഷൻ തെറ്റിയിട്ടില്ല. പാറ്റേൺ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാർ ഓടി തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. എൻ്റെ അളിയ എടാ, എന്തൊരു സാധനമാണ് ഇത്. ജിത്തു ജോസഫ് സൈലന്റ് ആയിട്ട് മേക്ക് ചെയ്തൊരു പടമാണ് വലതുവശത്തെ കളൻ. അതുപോലെ എന്തോ ഒരു സാധനം ഇതിനകത്തുണ്ട്. ആ ഒരു ടീച്ചർ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സംതിങ് ഫിഷി എന്നുള്ള ഒരു സാധനം തോന്നിയത്. ഇതിപ്പം കണ്ടപ്പം എനിക്ക് തോന്നിയത് ഐ തിങ്ക് ജോർജിൻ്റെ മകൾക്കോ അല്ലെങ്കിൽ ഫാമിലിക്കോ, അധികം മകൾക്കാന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം എന്തോ ഒരു ട്രാജഡി സംതിങ് സംഭവിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ റിവെഞ്ച് ചെയ്യുന്നുണ്ട്. നിയമം കോടതിയൊന്നും പുള്ളിക്കാരൻ്റെ നിൽക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരന് വേണ്ട സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാത്തതുകൊണ്ട് സോ പുള്ളി റിവെഞ്ച് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് റോളാണ് ബിജുമേനൻ ചെയ്യുന്നത്. സോ ബിജുമേനൻ ഇവനെ പിടിക്കാനും അങ്ങനത്തെ ഒരു സാധനമാണെന്നാണ് എനിക്കിതുവരെ കറൻ്റ്ലി കണ്ടപ്പോൾ തോന്നിയത്. സോ അപ്പോൾ ഒരു റിവെഞ്ച് ബേസിലുള്ള ഒരു ത്രില്ലർ ഇതായിരിക്കാം. ഇത് 30-ാം തീയതി ഈ മാസം. പൊളിക്കും. സോ 2 പടമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കാണാൻ കാത്തിരിക്കുന്നത് ഒന്ന് ഇത് വലതുവശത്തെ കളനും, പിന്നെ ചത്താപ്പച്ച എന്ന് പറയുന്ന മൂവിയുണ്ട്. സോ ഗൈസ്, സംതിങ് ഫിഷി ഇൻ ദിസ് മൂവി ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അന്ന് മെമ്മറീസ് വന്നതുപോലെ തന്നെ ഒരു സൈലൻറ്റ് ബോംബായിട്ടാണ് സോ അപ്പോൾ ഈ പടവും വരുന്നത്. സോ അപ്പം അതാണ് ഗൈസ് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.